സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ കുഞ്ഞു മാല അങ്ങനെ ഒരുക്കലാണ്. ഒരു പുതിയണ്ണൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ഒരുക്കാൻ വിചാരിക്കുന്നത്. ഞങ്ങൾക്ക് പറ്റുമോ നോക്കാം. വീഡിയോയിൽ തിന്നോണ്ടിരിക്കും. ഡ്രസ്സ് മാറ്റി വെച്ചിട്ട് നമുക്ക് ഡ്രസ്സ് മാവാതിരിക്കാൻ ഒരു ക്ലോത്ത് ഇട്ട് കൊടുക്കാം. ഗൈസ് അതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ട് നോക്ക്. ഒറ്റ മൈന ഇവിടെ അതാ പോൺ പണ്ട രണ്ടൊറ്റ മൈന നല്ല വയസ്സ് രണ്ടൊറ്റ മൈന ഗൈസ്. ഇനി രണ്ടൊറ്റ മൈന സൂം ചെയ്ത് കാണിച്ചുതരാം. സൂം അപ്പോഴത്തേനും അവള് ഉറക്കം തുടങ്ങിക്കോളൂ. അതാ അത് രണ്ടോട്ടോ. അപ്പൊ ഒരു തട്ടിക്കൂട്ട് മേക്കപ്പാണ്. നല്ല ഫാൻസി ഒരു ഞങ്ങൾക്ക് ഐബ്രോ എഴുതി കൊടുക്കാം. ഗൈസ് കൊളായിരുന്നു ശരി ഡോട്ടില് കൊളാറ്റി എനിക്കറിയില്ല ഐബ്രോ എങ്ങനെ മതി താത്ത. ഇങ്ങോട്ടോക്കെ ഇഫ ഇങ്ങോട്ടോക്കടി ഇങ്ങോട്ടോക്കടോ. അതാ ഒരുക്കും ഇങ്ങോട്ടോക്ക് ഇതാട്ടോ. ഇവൾക്കൊരു മൂടില്ലാത്ത ടൈമിൽ ഞങ്ങൾ വന്നിട്ടത്. അതാണ് ഇങ്ങനത്തെ കേട്ടോ കളിക്കുന്നത്. ചെറിയ കുഞ്ഞ മേക്കപ്പ് ഞങ്ങൾ ചെയ്യുന്നുള്ളൂ കേട്ടോ അല്ലേ ഗൈസ്. അവള് പൗഡർ ഇട്ട് ഇങ്ങോട്ട് ഊതി കളിക്കട്ടോ. ഇളക്കരുതേ. ഇനി ഫുള്ളായിട്ട് അതിൽ എഴുതി കൊടുത്തോ. പകുതി ആയില്ലേ. അതുകൊണ്ട് ഞാൻ വാല് മാത്രം ഇട്ട് കൊടുക്കണം. ഒറ്റമൈനപ്പാച്ച ഞാൻ കാണിച്ചല്ലേ വീഡിയോയിൽ. പിന്നെ നമ്മളെ അടിയിൽ കണ്ണിൻ്റെ അടിയിൽ ഊതി കളിക്കല് ഇതുമൊക്കെ പൗഡർ ക്യാമറ. അപ്പോൾ നമുക്ക് ഗൈസ് അത് പരത്തി വിചാരിച്ച പോലെ തന്നെ എന്താകും നിങ്ങൾ തന്നെ കണ്ടോളൂ. തുടച്ച് കളിയും ഫുള്ളായിട്ട് തുറക്കട്ടോ. അത് മാത്രം ഇത് കുഴപ്പമില്ല. നമ്മൾ പുതിയ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കും. പിന്നെ ക്രിസ്മസ് ഗിഫ്റ്റ് എന്ന് വെച്ചാൽ ഞങ്ങൾ ലോട്ടിട്ട് ഞാൻ പറഞ്ഞില്ല മറ്റേ ഞാൻ കൊടുത്തിട്ടോ. നീ ഞാനാ കൊടുക്കത്തെ ഫലക്കല്ലേ. ഇപ്പോൾ അത് ഞാൻ വെറുതെ ഇത് കളിയാക്കുന്നു പറഞ്ഞാണ് വീട്ടിലെ. അല്ല ഈ ഫലക്കല്ലേ നല്ല കുട്ടിയല്ലേ ഇപ്പം. ഇതിപ്പോൾ ഫുള്ളും കൊളായി. ഇനി അവിടെ പൗഡർ ഇട്ട് ഒപ്പിക്കേണ്ടി വരും. അത്രയും എനിക്ക് പറയുന്നത്. ഞാനിപ്പോൾ സിമ്പിൾ ലുക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സിമ്പിൾ ലുക്കാണ്. താത്ത തന്നില്ലേ. അപ്പം താത്ത തന്നില്ലേ. ഞാൻ സിമ്പിൾ ലുക്ക് നോക്കണം. അപ്പം അതങ്ങനെ നോക്കും. ഇനി നമുക്ക് കണ്ണിൻ്റെ അടിയിലിടാം. ഓ മൈ ഗോഡ്. അതാണ് പ്രഷർ ആൻഡ് ഗൈസ് അവിടെയൊക്കെ ഗോളായി ഗൈസ്. നോക്കട്ടെ ഇങ്ങോട്ടോക്കെ. പൗഡർ നല്ലോണം ഇട്ടെടുത്താൽ കാണൂല്ലോ അത്. ഗൈസ് ഇവിടെ വീട് പുതിയ വീഡിയോസ് ഇടാൻ ശ്രമിക്കും. എനിക്ക് നല്ലൊരു ഗെയിം ഐഡിയ കിട്ടിയേക്കണേ. അതിപ്പോൾ ഇന്ത്യ ഒരു കൊറിയർ വന്നാലേ നടക്കുള്ളൂ ഗൈസ്. ഇതാ ചെയ്യുന്ന ആൾ ബ്യൂട്ടീഷ്യൻ. ഒരു ഹായ് പറഞ്ഞ ഇഫ. നിർത്തിയതിന് ശേഷം ഈ സൈഡ് പാർട്ടിക്ക്
റിഫ അവിടെയാണ് ചോദിക്കണ്ട. റിഫ മാമിൻ്റെ അടുക്ക് പോയി. അതാണ് കേട്ടോ റിഫ ഇതിലില്ലാത്തത്. ശരിക്കും പറഞ്ഞാൽ ഞാനേന്ന് ഇവിടെ നിൽക്കേണ്ടത്, ഈ റിഫയിന്ന് വീഡിയോ എടുക്കേണ്ടത്. റിഫയിന്ന് മറ്റേ ഇപ്പം ഞാനൊരു വീഡിയോ എടുക്കുന്നത് ആ ശരിക്കും ഉടല് ഇതിൻ്റെ എന്തേന്ന് പേരടി? ക്യാമറമാൻ അല്ല, എന്തോ ഒരു സാധനം ഞാൻ ഉണ്ടാക്കിയ പറയും. എന്തോ ഒരു പേരാണല്ലോ, എനിക്ക് ഓർമ്മയില്ല. എന്താ ഫ്രൂട്ട്സൊക്കെ വെച്ച് ഉണ്ടാക്കണതിന് പുതിയ പേര്. കത്ത് പട്ട് ഞങ്ങൾ ഉണ്ടാക്കിയത്. അതിൻ്റെ വീഡിയോ ഷോർട്സിൽ ഇട്ടിക്കണം. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ആ വീഡിയോയിൽ കാണണം എന്നാണ് ഞാൻ പറയണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഈശ ചോദിക്കണത് അപ്പോഴത്തേന് കഴിഞ്ഞോ? നമ്മൾ ലാസ്റ്റാണ് ഇതൊക്കെ പറയില്ല, പക്ഷേ ഫസ്റ്റ് തന്നെ പറഞ്ഞൊരു ചിലവരുണ്ട്. അതേപോലെ ഫസ്റ്റ് പറഞ്ഞാലും ലാസ്റ്റ് പറഞ്ഞാലും ഒരേപോലെ ഉണ്ട് ഗൈസ്. നമ്മളെ ഇഫനെ കാണാൻ ഇങ്ങനത്തെ ലുക്കാട്ടോ. ഇഫ അങ്ങോട്ട് നോക്ക്. നമ്മള് ഇനി പുതിയെണ്ണ പോലെ ഒന്നും ആവൂല എന്ന് തോന്നുന്നു. നമ്മളെ ഫൈനൽ ലുക്ക് തിരിച്ചു നിർത്തിയിട്ട് ഇവിടെ ഷാൾ ഇട്ട് കൊടുക്കാൻ. ഷാൾ വേണ്ടടി, അപ്പോൾ ഒരു ലുക്ക് ഉണ്ടാവില്ല. ഇത് പാത്തുമ്മ ഇടി. ഫാത്തുമ്മ ഇങ്ങോട്ട് നോക്കണ. രസമുണ്ട് ഇങ്ങനെ ഇട്ടിട്ട് അവൾക്ക്. എടി പാത്തുമ്മ ലുക്കാക്കി സൂപ്പറാ. പിന്നെ അവൾക്ക് ചെറിയ കുട്ടിയാകുമ്പോൾ അത്ര ജ്വല്ലറീസോ നമ്മൾ ഇടൂല. അതാണ് ഞങ്ങൾ പാത്തുമ്മാൻ്റെ ഒക്കെ ഒരു ലുക്ക് പോലെ. അതിനെക്കാട്ടിയും മേലൊക്കെ പോകും. എനിക്കിഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യട്ടോ. ഇത് രസമുണ്ട്. നമ്മൾക്ക് ഈ സൈഡ് കുത്തി കൊടുക്കാം. ഇതാട്ടോളെ ഫൈനൽ ലുക്ക്. ഇതാട്ടോളെ ഫൈനൽ ലുക്ക് കണ്ടോ? കുറച്ച് ഇതാട്ടോ പോസ്റ്റിലുണ്ടാവും ഫോട്ടോ ശരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ ഗൈസ്. ബൈ ബൈ.